ചങ്ങായിമാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വീണ്ടും നമ്മളെ ഹാർപ്പിക് ഹുസൈനെ കുറിച്ചാട്ടാ. 2 ദിവസം മുന്നേ മാതൃഭൂമി ചാനലിൽ പോയിട്ട് അവിടുന്ന് മാധുവിന്റെ അടുക്കുന്നു ഫസൽ ഗഫൂർ സാറിന്റെ അടുക്കുന്നു വയറ് നിറയെ വാങ്ങി കിട്ടി. അതായത് ചർച്ചേന്റെ അടുക്ക് മുസ്ലിങ്ങളെല്ലാം കുറ്റക്കാരാന്നുള്ള ലെവലിൽ പറഞ്ഞു. നമ്മളൊരിക്കലും മുസ്ലിം മതത്തിനെയോ ഹിന്ദു മതത്തിനെയോ ഒരിക്കലും കുറ്റം പറയില്ല. അതിലുള്ള കുറച്ച് ആൾക്കാരെന്നേ പറയുള്ളൂ. പക്ഷെ ഈ ഹാർപ്പിക് ഹുസൈൻ എപ്പം മുസ്ലിം മതത്തോടൊരു വിരോധമുണ്ട്. എന്നാലേ അങ്ങ് പൈസ കിട്ടും. മുസ്ലിം തന്നെ പറയണമെന്ന് അങ്ങ് സംഘികൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അത് കൃത്യമായി ഇവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പണം വരുള്ളൂ. അതുകൊണ്ട് എന്ത് വൃത്തിയുടെ പരിപാടിയും ഹാർപ്പിക് ഹുസൈൻ എടുക്കും. പക്ഷെ ആ ചർച്ചയിൽ അത് പറഞ്ഞ ശേഷം നല്ലോണം മാധു ഫസൽ ഗഫൂറും വയറ് നിറയെ കൊടുത്തു. ആ വീഡിയോ പിന്നെ ഞാൻ കണ്ടപ്പോൾ അത് റിയാക്ഷൻ ചെയ്യേണ്ടെന്ന് വെച്ചതാണ്. ഞാൻ ഒഴിവാക്കി വിട്ടതാച്ച അങ്ങനെ. കാരണം ഒരുപാട് ആൾ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഫോണ് വിളിച്ചിട്ട് ഊക്ക് വാങ്ങുക. അതായത് വീട്ടിലിരുന്നിട്ട് എവിടേക്കോ പോകുന്ന മാധുവിനെ വിളിച്ചിട്ട് പണി എരന്നു വാങ്ങുന്ന ഒരു ഹാർപ്പിക് ഹുസൈൻ. അത് കണ്ടപ്പോ എനിക്കത് റിയാക്ഷൻ ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് വന്നേട്ടാ നമുക്ക് ആദ്യം ആ 2 ദിവസം മുന്നേ നടന്ന ആ മനോഹരമായ ഊക്കില്ലേ അത് കേട്ടിട്ട് നമുക്ക് രണ്ടാമത്തേക്ക് പോവാം. ആദ്യം നമുക്ക് മാതൃഭൂമി ചാനലിലെ ഊക്ക് കാണാം. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലെവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാം അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാനൊന്ന് മുഴുവനാക്കട്ടെ എന്നിട്ട് ഞാൻ മുഴുവനാക്കിയിട്ട് അങ്ങനെ പറ്റില്ല. അതായത് കേൾക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ അതും കൂടി ശ്രദ്ധിച്ചില്ല. ഈ പഠിച്ചു വെച്ച സാധനം ഇങ്ങനെ പൊലമ്പേന്നപ്പുറത്ത് ഇവിടുന്ന് ഇപ്പുറത്ത് നിന്ന് നല്ലോണം കിട്ടുമ്പോഴും ഈ ഹാർപ്പിക് ഹുസൈൻ ചെയ്യുന്നത് ഈ തലയിൽ പഠിച്ചു വെച്ചത് അല്ലെങ്കിൽ താഴെ എഴുതിയ കാര്യങ്ങൾ ഇങ്ങനെ പല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടാ. അങ്ങ് നടത്തിയ പല പരാമർശങ്ങൾ അങ്ങയുടെ ആദ്യത്തെ സെന്റൻസിൽ ഒരു വാക്ക് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നു. കോയാസ് എന്ന് പറയുന്ന ഒരു വാക്ക് ഉപയോഗിച്ചാണ് അങ്ങ് പറഞ്ഞു തുടങ്ങിയത്. ഒരു മതത്തെയും ഒരു വിശ്വാസത്തെയും അതിൽ ഉൾപ്പെടുന്ന ആളുകളെയും അങ്ങനെ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് അങ്ങനെ ഒരു നിമിഷം അല്ല. പക്ഷേ അങ്ങ് പിന്നീട് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് അതിനുശേഷം അങ്ങ് മുസ്ലിം എന്ന വാക്കാണ് ഉപയോഗിച്ചത് അല്ലെ? ആ നിലയ്ക്ക് ഹിന്ദുക്കളെ സംഖ്യകളൊന്നും ആരും വിളിക്കുന്നില്ല. ശ്രീ ആരിഫ് ഹുസൈൻ തെരുവത്ത് ഞാൻ അങ്ങയോട് വളരെ അതായത് അങ്ങ് ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത്. പക്ഷേ ഹിന്ദുക്കളെ ആരും സംഖ്യകളൊന്നും വിളിക്കുന്നില്ല, മുസ്ലിംസിനെ ആരും കോയാനും വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. ചുരുങ്ങിയതും ശുഷ്കമായതുമായി ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ്. ഉപേക്ഷിക്കണം. വളരെ ആരോഗ്യകരമായ ചർച്ചയാണെങ്കിൽ എനിക്ക് സന്തോഷം. ആരിഫ് ഹുസൈന്റെ മുഖം കണ്ടില്ല, ബ്ലിംഗ്ലസ്യ. ആ ബ്ലിംഗ്ലസ്സിയും വാങ്ങിട്ട് നൊടിയാണ്ട് വീട്ടിൽ പോയാ പോരെ. വീട്ടിൽ പോയി ഇരുന്നിട്ടാകുമ്പോ നോക്കുമ്പോ മൊത്തം ട്രോള്. ഹാർപ്പിക് ഹുസൈൻ എയറിലാണ്. മൂപ്പർക്ക് അത് കണ്ടപ്പോ സഹിച്ചില്ല. അങ്ങനെ പൈസ കൊടുക്കുന്ന സംഖ്യകൾ വിളിച്ചിട്ട് പറഞ്ഞു, ആർപ്പിക്ക പണി വാളും, നിന്നെ പണിന്ന് നമ്മൾ പുറത്താക്കും, വേറെ ടീമിനെ കൊണ്ടുവരുന്ന പറഞ്ഞു. അപ്പൊ ആർപ്പിക്ക് വിചാരിച്ച് വേഗം ഫോൺ വിളിക്കാന്ന്. സാധാരണ സ്ക്രിപ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. ഇവൻ വിചാരിച്ച് മാധു പെട്ടെന്ന് വിളിക്കുമ്പോ, അത് മാധുവിന് അറിയില്ലല്ലോ ഇവൻ എന്തിനാ വിളിക്കുന്നത്. പെട്ടെന്ന് വിളിക്കുമ്പോൾ മാധു ഒന്ന് പതറിപ്പോന്ന് വിരിച്ച്. നമ്മൾ ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ ആദ്യം പേരിക്കും മാധു ഒന്ന് പതറിയത്. പക്ഷെ മാധു ഏതാ മോള് ഹാർപ്പിക് ഹുസൈന്റെ അണ്ണാക്കിലങ്ങ് നിറയിച്ചു കൊടുത്ത്. നമുക്ക് ആ വീഡിയോ കാണാനോ. എന്താണ് മാധു നമുക്ക് അവസരം തരാതെ മുങ്ങിയത്? ഞാനതാ ചോദിക്കണം. ഞാൻ ക്ലിയർ ആയിട്ട് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് മാധു എന്താ പറഞ്ഞേ? അതായത് നമ്മൾ അജണ്ടകളെ കുറിച്ച് പറയണം, അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രങ്ങളെ കുറിച്ച് പറയരുതെന്നല്ലേ പറഞ്ഞേ? അല്ലല്ല, ഇതവിടെ ലൈവിലുള്ള കാര്യമാണ്. ഇവിടെ ജാനകി എന്ന് പറയുന്ന പേരിന്റെ പിന്നിൽ അവിടെ വിഷയം ഹിന്ദുത്വ ഭീകരതയാണ് എന്നും അതിന്റെ അജണ്ട എന്താണെന്നും കൃത്യമായിട്ട് പറയാൻ അവിടെ വക്കീൽ പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അതേസമയം ഈ സൂംബയുടെ പിന്നിലുള്ള അജണ്ട അതും അതിന്റെ പിന്നിലുള്ള പ്രത്യയശാസ്ത്രം ഇസ്ലാമാണെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമാവുന്ന എന്തിനാ? അതെനിക്ക് മനസ്സിലാവാത്ത. എന്തിനാണ് ഈ ബാലൻസിങ്? നിങ്ങൾക്ക് ഇത് പ്രശ്നമില്ലെങ്കിൽ ഇത് മാത്രം പ്രശ്നമാകുന്നത് എന്തിനാ? അതെന്റെ വിഷയമല്ല. നിങ്ങൾ എന്നോട് കാണിച്ചൊരു മര്യാദകേടുണ്ട്. നിങ്ങൾ അവസരം നിഷേധിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ അവസരം തന്നില്ല, അവസാനം വരെയും അവസരം തന്നില്ല. ഞാൻ കൈ ഉയർത്തിയിട്ട് ഇടപെടാതെ, ശബ്ദമുണ്ടാക്കാതെ ഇടപെടാതെ നിന്ന് ആ മാന്യത പോലും നിങ്ങൾ പരിഗണിച്ചിട്ടില്ല. വളരെ മോശമാണ് നിങ്ങൾ ചെയ്തത്. പറഞ്ഞോളൂ, ഞാനതെല്ലാം നിർത്തിയത്. 5 പേര് ഉള്ളതാണ്, 5 പേരുള്ള ഒരു ചർച്ചയാണ്. നിങ്ങൾ എല്ലാവരും ആദ്യത്തെ ഘട്ടത്തിൽ ഒരുപാട് നേരം സംസാരിച്ചു. അതുകൊണ്ടാണ് രണ്ടാമത് അങ്ങനെ എനിക്ക് അല്ല, അത് തെറ്റാണ്. ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ഇടപെട്ട് എന്റെ സംസാരം മുഴുവൻ മുടക്കുകയാണ് ചെയ്തത്. ഓക്കെ, അത്
ഇല്ലില്ല, ഞാൻ കൈ ഉയർത്തിയിട്ട് നമുക്ക് ഇതിനുള്ള അവസരം തരാതിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഒരു ചെറിയ കാര്യം പോലും പറയാൻ നിങ്ങൾ കൈ ഉയർത്തി നിന്നിട്ടും അത് കാണാതിരിക്കുമ്പോൾ അത് ശരിയായ പ്രവണതയല്ല. പിന്നെ പോട്ടെ, ശരി, ഞാൻ സമ്മതിച്ചു, ഞാൻ തെറ്റുകാരനാണെന്ന് സമ്മതിച്ചു. അടുത്തത് ഞാൻ എന്റെ അല്ലല്ല, എനിക്ക് അവസാനം തന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അവിടെ ഹുദവി സംസാരിച്ചിട്ട് എന്റെ അവസരത്തിന് പകരം നേരെ പോയത് ഫസൽ ഗഫൂറിന്റെ അടുത്തേക്കാണ്. അതിന്റെ ഇടയിൽ ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കാതെ നിങ്ങൾ ഇടപെട്ടത് എന്റെ കുഴപ്പമല്ല. ഞാൻ മുഴുവനൊന്നും സംസാരിച്ചു. നിങ്ങൾക്ക് അത് വീഡിയോ വരുമ്പോൾ കാണാമല്ലോ. വെറുതെ എന്തിനാ ഇല്ലാത്ത പറയുന്നത്? അതാ പറയുന്നത്, അത് വെറുതെ ഇല്ലാത്ത പറഞ്ഞ എങ്ങനെ ശരിയാവുക? നമ്മളിവിടെ സമയം നോക്കി സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് ഹിന്ദുത്വ ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കുമെങ്കിൽ ഇസ്ലാമിക ഭീകരത എന്ന് നിങ്ങൾക്ക് വിളിക്കാൻ സാധിക്കണം. അത് പറ്റുന്നില്ല, അത് തന്നെയാണ് പ്രശ്നം. അപ്പൊ അവിടെ വക്കീൽ ഹിന്ദുത്വ ഭീകരത എന്ന് ഒരു 4 തവണ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ? ഈ ഹിന്ദുത്വ ഭീകരതയും ഹിന്ദുക്കളും ഇസ്ലാമിക ഭീകരതയും ഇസ്ലാമും തമ്മിൽ തിരിച്ചറിയാനുള്ള വ്യത്യാസം ഉള്ള ബോധമൊക്കെ ഇവിടെ എല്ലാവർക്കും. അപ്പൊ പിന്നെന്താ നിങ്ങൾ അത് കേട്ടിട്ട് മിണ്ടാതിരുന്നത്? മുസ്ലിം എന്ന വാക്കാണ് ആരിഫ് ഹുസൈൻ ഉപയോഗിക്കുന്നത്. മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് പറയുന്നത് അശ്ലീലമാണ്. അതല്ല, അപ്പൊ ഹിന്ദുക്കളിൽ ചിലർക്ക് എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും പറഞ്ഞില്ലല്ലോ. ഹിന്ദുക്കളിൽ ചിലർക്ക്, സംഘികൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ മുസ്ലിങ്ങളിൽ ചിലർക്ക് എന്ന് പറയുമ്പോൾ മുസ്ലിം ഭീകരത തന്നെയാണ്. ഈ ചർച്ചയിൽ ഹിന്ദുക്കളിൽ ചിലർക്കെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ ഹിന്ദു ഭീകരത എന്നിവിടെ പറഞ്ഞു, ഹിന്ദുത്വ ഭീകരത എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുക്കളിൽ ചിലർക്ക് എന്ന് പറഞ്ഞാലും അത് അശ്ലീലമാണ്. അതായത് ഈ തീവ്രവാദികളെ എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളല്ല, പക്ഷേ എല്ലാ തീവ്രവാദികളും മുസ്ലിങ്ങളാണ് എന്ന് പറയുന്ന തരം അശ്ലീലമാണ്. അല്ല, തീവ്രവാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ്, അത് നമ്മൾ പറയും. അല്ല, തീവ്രവാദികളായിട്ടുള്ള ഹിന്ദുക്കളുമാണ്. ആണല്ലോ, അങ്ങനെ പറയാൻ നിങ്ങൾക്ക് കഴിയണമല്ലോ. അത് നിങ്ങൾക്ക് പറ്റുന്നില്ലല്ലോ. നിങ്ങളത് പറയുന്നില്ല, അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. നിങ്ങൾക്കത് പറയാൻ കഴിയുന്നില്ല. പോട്ടെ, നിങ്ങൾ എന്തിനാണ് എന്റെ പേര് മാറ്റിയത്? ഞാൻ എക്സ് ജിഹാദി എന്ന് ഇടാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടില്ല. എക്സ് മുസ്ലിം എന്ന് പറഞ്ഞിട്ട് അത് കേട്ടില്ല. അത് വളരെ മോശമായിപ്പോയി. എന്നിട്ട് സാമൂഹിക പ്രവർത്തകൻ എന്നൊക്കെ ഇടുന്നു. അപ്പൊ നിങ്ങളപ്പോ ജാനകിയെ കുറിച്ച് പറയുന്നിട്ട് എന്റെ പേര് പോലും നിങ്ങൾക്ക് അവിടെ ഇടാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ശരി. അപ്പൊ നമ്മളൊരു മുൻകൂട്ടി ഒരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അത് ഫിക്സ് ചെയ്യണ്ടേ? അത് അങ്ങനെയല്ലേ വേണ്ടത്? അത് എന്നോട് ചോദിക്കാതെയാണോ മാറ്റേണ്ടത്? എന്തായാലും അത് വളരെ മോശമായിപ്പോയി. ആരാണോ മാറ്റിയത് അവരോട് അത് പറയാം. വളരെ മോശമായിപ്പോയി. ഓക്കെ, ഇനി ഇടുമ്പോൾ എക്സ് ജിഹാദി എന്ന് തന്നെ ഇടണം. ഓക്കെ, നിങ്ങൾക്ക് ജാനകി എന്ന് വിളിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണെങ്കിൽ എന്നെ എക്സ് ജിഹാദി എന്ന് വിളിക്കാൻ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കരുത്. എക്സ് ജിഹാദി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ജിഹാദി സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേജിൽ നിന്ന് പെൺകുട്ടികളെ ഇറക്കി വിടുന്ന ജിഹാദി സ്വഭാവമാണ്. ഈ സൂംബ കളിക്കുന്നതിനെതിരെ പ്രതികരിക്കുന്നത് ജിഹാദി സ്വഭാവമാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ യുദ്ധം മാത്രമല്ലല്ലോ, യുദ്ധം അതിന്റെ അവസാനത്തെ ഘട്ടമാണ്. അതിന് മുന്നേ ഉള്ള പല സാധനങ്ങളുണ്ട് ദീൻ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഈ പറഞ്ഞ സാധനം. ജിഹാദിന്റെ വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുക. അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ സാധനം. വിശുദ്ധ യുദ്ധം എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സ്ട്രൈവ് എന്നാണ്. അതല്ല, അത് തെറ്റാണ്. അത് തെറ്റാണ്. ഓക്കെ, ശരി. എന്തായാലും വളരെ മോശമായിപ്പോയി. ശരി, പാവം നമ്മുടെ കളി പാവം ആരിക്കും വന്നെ പാവം. പക്ഷെ വളരെ മോശമായി പോയി മാധു, വളരെ മോശമായി പോയി. ഒരു സമയം കൊടുത്തില്ല. ഇവന്റെ സ്ഥിരം പരിപാടി അങ്ങോട്ട് ആക്രമിച്ചു കഴിഞ്ഞാൽ തിരിച്ചൊന്നും കിട്ടില്ല. പക്ഷെ മാധു ആദ്യം ഒന്ന് പതറിയെങ്കിലും രണ്ടാമത് നല്ലോണം കൊടുത്ത്. ഇപ്പൊ ആരിഫ് ഹുസൈൻ എന്തിനാ വിളിച്ചത്? ആരിഫ് ഹുസൈൻ എന്നെ അറിയില്ല. ഇപ്പം വിളിച്ച് ആരിഫ് ഹുസൈന്റെ പേര് മാറ്റാൻ, പേര് മാറ്റണമെങ്കിലും മാധുവിനെ എന്താ വിളിക്കേണ്ട പൊട്ട? അത് മാധുവിന്റെ കൺട്രോളിൽ വരുന്നില്ല പേര് മാറ്റേണ്ടത്. പേര് മാറ്റാൻ അതിനുള്ള നിയമപരമായ നടപടി ഉണ്ട്, അതിനെടുക്ക്. മാധുവിനെ എന്തോ അങ്ങ് അട്ടിമറിക്കാന്ന് മറ്റു വിളിച്ച് മിനിഞ്ഞാന്ന് കിട്ടേണ്ടത്. ബാക്കി സംഖ്യകൾ ഇത് കണ്ടപാട് സംഖ്യകൾ വിളിച്ചിട്ട് ആരിഫ് ഹുസൈന്റെ ഷീട്ടൊക്കെ കയറും. ഇനി നീ വേണ്ടെന്ന് പറഞ്ഞു. സാധാരണ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി വെച്ചിട്ട് പൈസയും കൊടുത്ത് അപ്പുറത്ത് ഒരു തന്നെ വിളിപ്പിക്കും ഇവരെ കൂട്ടത്തിലുള്ള. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ മുസ്ലിംസിനെ കുറ്റം പറയും. എഴുതി വെച്ചത് അങ്ങനെ തന്നെ പറഞ്ഞിട്ട് ഇപ്പം വിളിച്ച് മാധുവിനെ അങ്ങ് പെട്ടെന്ന് വിളിച്ച മാധു അങ്ങ് തോറ്റു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മാധു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതാണ് ആകാശത്തൂട്ട പോകുന്ന പണി, ഫോണ് വിളിച്ച് വാങ്ങുമെന്ന് പറഞ്ഞിട്ടില്ലേ, അതാണ് ഇത്. ഒരുപാട് ഹാപ്പിയായി. ഇപ്പൊ എന്റെ ആർപി ഹുസൈനും മാധുവിനും പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു സുലാൻ.